ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു എജുഫിക്സ് അക്കാദമി. നമ്മളിന്നിവിടെ കാണിച്ചു തരാൻ പോകുന്നത് ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും അസൈൻമെൻറ്റ്സ് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. അപ്പോൾ ഈ ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് സർവീസുകൾ ഏതെല്ലാമെന്ന് കാണിക്കും. അതിൽ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഡൗൺലോഡ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഓൾഡ് അസൈൻമെൻറ്റ് പോർട്ടലും പോലെ കറൻറ്റ് അസൈൻമെൻറ്റ് പോർട്ടലും. ഇതിലൊന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കറൻറ്റ് അസൈൻമെൻറ്റ് പോർട്ടലിൽ നിന്ന് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കറൻറ്റ് അസൈൻമെൻറ്റ് പോർട്ടലിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ ഈ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൽ ഒന്ന് ലോഡ് ചെയ്യാൻ കുറച്ച് ഒരു സമയം എടുക്കുന്നുണ്ട്. ഓക്കെ, ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുഴുവൻ അസൈൻമെൻറ്റ്സുകളും ലോഡായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻസ് പ്രോഗ്രാംസ്, ഏതൊക്കെ പ്രോഗ്രാംസിന് ഈ ഒരു അസൈൻമെൻറ്റ് പർട്ടിക്കുലർ അസൈൻമെൻറ്റ് എഴുതാൻ പറ്റും, ഏതാണ് ആ കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയില്ല, അതിനാണ് ഇവിടെ കോഴ്സ് എന്ന് പറയുന്നത്. മീഡിയം ഹിന്ദിയാണോ ഇംഗ്ലീഷാണോ അത് നമുക്കിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അസൈൻമെൻറ്റ് മീഡിയം ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ ഇത് ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷന് ഇത് ആർക്കൊക്കെയാണ് വാലിഡിറ്റി ഉള്ളത്, ഈ ഒരു അസൈൻമെൻറ്റ് ആർക്കൊക്കെയാണ് എഴുതാൻ പറ്റുന്നത് എന്നുള്ളത്, ഇവിടെ ഏതൊക്കെ സെക്ഷനാണ് എഴുതാൻ പറ്റുന്നത് എന്നുള്ളത്, എത്ര മാർക്കിനാണ് എന്നുള്ളത്, അതുപോലെ വെയിറ്റേജ്. ഒരു 100ൽ നമുക്ക് എത്ര മാർക്ക് കിട്ടുന്നോ അതിൻ്റെ 30% ആയിരിക്കും നമ്മുടെ ഗ്രേഡ് കാർഡിൽ വരിക. അതാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ ഇത് അതായത് ഇവിടെ ജൂൺ ടൈം ആൻഡ് എക്സാമിനാണ് നിങ്ങൾ ഈ ഒരു അസൈൻമെൻറ്റ് എഴുതാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ മാർച്ച് 31 ആയിരിക്കും ലാസ്റ്റ് ഡേറ്റ് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഡിസംബർ ടൈം ആൻഡ് എക്സാം 2026 നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഒക്ടോബർ 30 ആയിരിക്കും ലാസ്റ്റ് ഡേറ്റ്. അതായത് ഇതിവിടെ മോഡിഫൈ ഡേറ്റ്, ഈ ഡേറ്റ് ലാസ്റ്റ് മോഡിഫൈഡ് എന്ന് പറഞ്ഞാൽ ഈ അസൈൻമെൻറ്റ് എന്നാണ് അപ്ലോഡ് ചെയ്തത്, അപ്ഡേറ്റ് ചെയ്തത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫർമേഷനൊക്കെ ഓൾറെഡി നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഇവിടെ സെർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ കണ്ടോ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ്, അതായത് കോഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ഒരു സബ്ജക്റ്റ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യാം. MMBC 001 എന്നുള്ള MBAയുടെ ഒരു പേപ്പറാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അത് പ്രോഗ്രാംസിൻ്റെ അണ്ടറിൽ വരുന്ന MBA OL പോലെ സ്പെഷ്യലൈസേഷൻ ഏതൊക്കെ ഇത് എഴുതാൻ പറ്റും എന്നുള്ളത് കാണിക്കുന്നുണ്ട്. കോഡ് മീഡിയം ഇംഗ്ലീഷ് ഇത് ഡൗൺലോഡ് ചെയ്യാം. ജൂലൈ 2025 ജനുവരി 2026 സെഷനും, ഈ 2 സെഷനും ഈ ഒരു അസൈൻമെൻറ്റ് മതി. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇതാണ്. ഇനി സബ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ 31 മാർച്ചിൻ്റെ ഉള്ളിൽ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യാം, ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഇത് ഏതെല്ലാം സബ്ജക്ട്സുകൾക്കാണ് ഇത് എഴുതാൻ പറ്റുന്നത്, അതായത് ഏതൊക്കെല്ലാം നിങ്ങളുടെ കോഴ്സുകൾക്കാണ് ഇത് എഴുതാൻ പറ്റുന്നത് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. MBAയുടെ എല്ലാ സ്പെഷ്യലൈസേഷനും ഇത് പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ ഇതാ അസൈൻമെൻറ്റ് ഫോർ ജൂലൈ 2025, അതുപോലെ തന്നെ ജനുവരി 2026 സെമസ്റ്റേഴ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് 2 സെഷനും കൂടിയും എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഫോർ ജൂലൈ 2025 സെമസ്റ്റർ ഈസ് 31 ഒക്ടോബർ 2025. അപ്പോൾ നമ്മൾ ഒക്ടോബർ 2025 ഒക്ടോബർ 31, 2025 നമ്മൾ സബ്മിറ്റ് ചെയ്തു. അതായത് ജൂലൈ അഡ്മിഷൻ എടുത്തവർ സബ്മിറ്റ് ചെയ്തു. ഇനി അവർ സബ്മിറ്റ് ചെയ്യാൻ മറന്നുപോയവരോ പറ്റാത്തവരോ അവർക്ക് ഇനി എന്ത് ചെയ്യാം, 2026 ഏപ്രിൽ 30 ഉള്ളിൽ സബ്മിറ്റ് ചെയ്യാം. ഈ സെയിം എഴുതിക്കൊണ്ട് തന്നെ സബ്മിറ്റ് ചെയ്യാം. ഇനി മറ്റൊരു ഓപ്ഷന് മുന്നേ അഡ്മിഷൻ എടുത്തിട്ട് ഈ ഒരു സബ്ജക്റ്റിൻ്റെ അസൈൻമെൻറ്റ് എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു അസൈൻമെൻറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് എഴുതിയിട്ട് ഏപ്രിൽ 30 മുന്നിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്കിത് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്തരക്കാർക്കെല്ലാം ഈ ഒരു അസൈൻമെൻറ്റ് ഡൗൺലോഡ് ചെയ്ത് എഴുതി സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ അസൈൻമെൻറ്റ് ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. കോഴ്സ് കോഡ്, ടൈറ്റിൽ, അസൈൻമെൻറ്റ് കോഡ്, കവറേജ്. അപ്പോൾ ഇവിടെയും ഇതിൻ്റെ ഡേറ്റ് പ്രത്യേകം ഇവിടെയൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഡേറ്റ് ആർക്കെല്ലാം സബ്മിറ്റ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ അസൈൻമെൻറ്റ്സ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങളെ സെക്ഷൻ എഴുതാൻ പറ്റുന്നതാണോ, അതുപോലെ തന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്നാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇനി നമുക്ക് മറ്റൊരു
സബ്ജക്റ്റ് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. BCOC 131. BCOC 131 BCom G എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമിനുണ്ട്. അതുപോലെ BCom OL എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമിനുണ്ട്. BBA എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമിനുണ്ട്. BCom F OL ഓൺലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രോഗ്രാമിനുണ്ട്. അപ്പോൾ ഇത്തരം പ്രോഗ്രാംസിനൊക്കെ ഉള്ള അസൈൻമെൻറ്റ്സ് ഇവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. BCom F എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമിനുള്ള അസൈൻമെൻറ്റ്, അതായത് BCOC 131ൻ്റെ അസൈൻമെൻറ്റ് BCom Fനുള്ളത് ഇവിടെ അവൈലബിൾ അല്ല. അത് നമ്മൾ ഇതുവരെ ഈ ഒരു വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ടില്ല. നമുക്ക് ഓൾഡ് പ്രീവിയസ് അസൈൻമെൻറ്റ്സ് പോർട്ടലിൽ അത് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ അവിടുന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തിട്ട് അത് എഴുതിയാൽ മതി. പുതിയ അസൈൻമെൻറ്റ്, അതായത് കറൻറ്റ് അസൈൻമെൻറ്റ് പോർട്ടലിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഓൾഡ് അസൈൻമെൻറ്റ് പോർട്ടലിൽ പോയിട്ട് ഇതുപോലെ ഡൗൺലോഡ് ചെയ്തിട്ട് അത് എഴുതണം. അപ്പോൾ ഈ രണ്ട് പോർട്ടലും നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അസൈൻമെൻറ്റ്സിൻ്റെ ക്വസ്റ്റ്യൻ എല്ലാം വന്നിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തി അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നോക്കിയിട്ട് വേണം നിങ്ങൾ അസൈൻമെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഇനി ഓൾഡ് അസൈൻമെൻറ്റ് പോർട്ടലിൽ നിന്ന് എങ്ങനെ അസൈൻമെൻറ്റ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് അടുത്തൊരു വീഡിയോ ആക്കിയിട്ട് നമ്മൾ ഉടനെ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അസൈൻമെൻറ്റ് എങ്ങനെ കൃത്യമായിട്ട് എഴുതി നല്ല സ്കോർ വാങ്ങിക്കാം എന്നുള്ള ഒരു വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഗ്നോയുടെ കൂടുതൽ ഇൻഫർമേഷനും ടിപ്സും ട്രിക്സും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു.